ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതൊരു തുലിപ്പ് ക്രോഷയാണ്. തുലിപ്പ് ഫ്ലവറിൻ്റെ ഒരു ക്രോഷേ. സോ ആദ്യമായിട്ട് നമ്മൾ തുലിപ്പിൻ്റെ ലീഫാണ് ക്രോഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഗ്രീൻ കളർ യാണും ഒരു ഹൂക്കുമാണ് വേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഗ്രീൻ കളർ യാണിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു നോട്ട് നമ്മൾ ചെയ്തെടുക്കുന്നു. അടുത്ത് ഇതിന് മുകളിലായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഹൂക്കിന് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ തരത്തിലുള്ള അത്രയും സ്പേസിലുള്ള നോട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റ് ഇതിലൂടെ യാൺ ഓവർ ചെയ്ത് ഉള്ളിൽ കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് മേക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 25 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. 25 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡ് പോയിൻറ്റിലായിട്ട് നമ്മൾ അടുത്ത 2 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരുന്ന 2 സ്റ്റിച്ചസിൽ 2 സിംഗിൾ ക്രോഷയും ചെയ്തെടുക്കണം. ഇതേപോലെ 2 എൻഡ് പാർട്സിൽ നമ്മൾ ഫസ്റ്റ് 2 സ്റ്റിച്ചിൽ സിംഗിൾ സ്റ്റിച്ചും അടുത്ത 2 സ്ലിപ്പ് സ്റ്റിച്ചുമാണ് ചെയ്തെടുക്കുന്നത്. മിഡിലുള്ള അത്രയും സ്റ്റിച്ചസും ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ സ്റ്റിച്ച് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നില്ലെന്ന് എനിക്കറിയാം. ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോസ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാം. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 എൻഡ് പോയിൻറ്റ്സിലും 2 സ്ലിപ്പ് സ്റ്റിച്ചസ്, അത് കഴിഞ്ഞിട്ട് 2 സിംഗിൾ ക്രോഷേ, മിഡിലായിട്ട് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു തുലിപ്പ് ലീഫിൻ്റെ ഒരു ക്രോഷേ കിട്ടും. സോ നെക്സ്റ്റായിട്ട് തുലിപ്പ് ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ളൊരു യാൺ എടുക്കാം. ഞാൻ ഇവിടെ ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള യാണാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിവിടെ മാജിക് റിങ്ങാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. തുലിപ്പ് ലീഫിൽ നമ്മൾ സാധാരണ ഒരു നോട്ട് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ആ തുലിപ്പ് ഫ്ലവറിന് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാജിക് റിങ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മാജിക് റിങ്ങിന് ചുറ്റുമായിട്ടാണ് ഇനി സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഈ സ്റ്റിച്ചസ് ഒന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും സ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ ഈ സെയിം തുലിപ്പ് ലീഫും ഈ ഫ്ലവറും തുലിപ്പിൻ്റെ ഫ്ലവറും ഒക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ ഈ മാജിക് റിങ്ങിന് ചുറ്റുമായിട്ട് 6 സിംഗിൾ ക്രോഷേസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ ഈ 6 സിംഗിൾ ക്രോഷേസ് വരുന്നതാണ് തുലിപ്പ് ഫ്ലവറിൻ്റെ ഫസ്റ്റ് റോ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ 6 സിംഗിൾ ക്രോഷേസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റായിട്ട് നമ്മൾ നോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഒരു ത്രെഡ് പാർട്ട് നമുക്ക് കിട്ടും. ഈ ത്രെഡ് പാർട്ടിനെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനുമാണ് തുലിപ്പ് ഫ്ലവറിൻ്റെ ആ ഒരു ബേസ് നമുക്ക് കിട്ടുന്നത്. ഈ തുലിപ്പ് ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് മാത്രം നമുക്ക് പ്ലേസ് ചെയ്യാൻ തരത്തിൽ മിഡിലായിട്ട് വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അല്ലാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും തുലിപ്പ് ഫ്ലവറിൻ്റെ ബേസ് കിട്ടും. നെക്സ്റ്റ് ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ സെക്കൻഡ് റോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് റോയിൽ 6 സിംഗിൾ ക്രോഷേസാണ് ചെയ്തെടുത്തിരിക്കുന്നതെങ്കിൽ സെക്കൻഡ് റോയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിപ്പം ആവശ്യമാണ്. സോ 12 സിംഗിൾ ക്രോഷേസാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് റോയിലുള്ള ഓരോ സിംഗിൾ ക്രോഷയിലും 2 സിംഗിൾ ക്രോഷേസ് വീതം നമ്മൾ ചെയ്തെടുക്കണം. അപ്പോഴത്തേനും നമുക്ക് സെക്കൻഡ് റോയിൽ 12 സിംഗിൾ ക്രോഷേസ് കിട്ടും. ഇങ്ങനെ 12 സിംഗിൾ ക്രോഷേസ് സെക്കൻഡ് റോയിൽ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഓരോ റോയിലും ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു പ്ലാസ്റ്റിക് സേഫ്റ്റി പിന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ക്രോഷേ കിറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോഴത്തേനും ഈ ഒരു പ്ലാസ്റ്റിക് സേഫ്റ്റി പിന്നും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് നീഡിലെല്ലാം തന്നെ ആ ക്രോഷേ കിറ്റിൽ തന്നെ നമുക്ക് ഹൂക്കിനോടൊപ്പവും യാണിനോടൊപ്പം നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. സോ സെക്കൻഡ് റോയിൽ നമ്മൾ 12 സിംഗിൾ ക്രോഷേസാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് റോയിൽ ഓരോ സിംഗിൾ ക്രോഷയിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുമ്പോൾ സെക്കൻഡ് റോയിൽ 12 സിംഗിൾ ക്രോഷേസ് കിട്ടും. അങ്ങനെ തേർഡ് റോ വരുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേസാണ് ആവശ്യമായിട്ടുള്ളത്. സോ നമ്മൾ തേർഡ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു.
എങ്കിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യണം. അതായത് ഓൾട്ടർനേറ്റീവായിട്ട് 2 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് തേർഡ് റോയിൽ 18 സിംഗിൾ ക്രോഷ്യേസ് കിട്ടുന്നത്. അടുത്ത ഫോർത്ത് റോയിൽ വരുമ്പോൾ ആദ്യം 2 സിംഗിൾ ക്രോഷ്യേസ്, മൂന്നാമത് വരുന്ന സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേസ്. ഇതും ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് വരുമ്പോൾ ഫോർത്ത് റോയിൽ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. അടുത്ത 5th റോ മുതൽ 12 റോ വരെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എൻ്റെ ഫ്ലവറിന് അത്രയും വലിപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 12 റോസിലാണ് ചെയ്തെടുക്കുന്നത്. സോ 5 മുതൽ 12 റോയിൽ വരെ ഇതേപോലെ സെയിം ആയിട്ടുള്ള 24 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ആ എൻഡ് പോയിൻറ്റിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന അതേ ഈക്വൽ സ്റ്റിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് വച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഇതേപോലെ ത്രെഡിനെ ഈ ഒരു പ്ലാസ്റ്റിക് നീഡിൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തുലിപ്പിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് ആ ഒരു റൗണ്ട് പാറ്റേൺ കിട്ടുന്നതിനായിട്ട് ഒന്നുകിൽ അതിനുള്ളിൽ നമുക്ക് കോട്ടൺ നിറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കോട്ടൺ ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റാണ് നിറച്ച് കൊടുത്തിരിക്കുന്നത്. സോ കോട്ടണോ വേസ്റ്റോ പേപ്പറോ ഒക്കെ നിറച്ച് കൊടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്നും തൊട്ടപ്പുറത്തെ ഈക്വലായിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് ഇതേപോലെ 2 സൈഡിൽ നിന്നും ഇതേപോലെ നമുക്ക് നൂലിനെ വലിച്ച് കൊടുക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നൂലിനെ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് തുലിപ്പ് ഫ്ലവറിൻ്റെ ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കൈവച്ച് തന്നെ ആ ഒരു കോട്ടനോ അല്ലെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന ഇതേപോലെ വേസ്റ്റൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പ് കിട്ടും. നെക്സ്റ്റ് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ ഇതേപോലെ നോട്ടിട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു തുലിപ്പ് ഫ്ലവറിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് ഞാൻ ഒരു ഡാർക്ക് പിങ്കിൽ ചെയ്ത് വേറെയും കുറച്ച് കളേഴ്സിൽ കൂടെ ഞാൻ ഈ ഒരു തുലിപ്പ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ തുലിപ്പ് ഫ്ലവറിൽ സ്റ്റെമ്മ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് ഈർക്കിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും മെറ്റീരിയലോ ചുമ്മാതെയും തുലിപ്പ് ഫ്ലവറിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു വൃത്തിക്കും ഭംഗിക്കും വേണ്ടി ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വെറും ഈർക്കിലോ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ള ഇതേപോലെ ഒരു മെറ്റീരിയലോ സ്റ്റെമ്മ് പോലെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. കാരണം ഗ്രീൻ ടേപ്പ് ചുറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ലീഫിന് എടുത്തിട്ടുള്ള സെയിം യാണ് തന്നെ ചുറ്റി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യാതെയും ഇരിക്കാം. സോ നെക്സ്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ലീഫിനെടുത്തിട്ടുള്ള ഒരു ഗ്രീൻ കളർ യാണിനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ വരുമ്പോഴത്തേനും ഒരു ഗ്ലൂ ഉപയോഗിച്ച് അതിൻ്റെ എൻഡ് പോയിൻറ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റായിട്ട് ലീഫാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലീഫാണ് ഇതിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ലീഫ് നമ്മൾ ഇതേപോലെ B700 ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ തുലിപ്പ് ഫ്ലവർ നമുക്ക് സൂപ്പറായിട്ട് റെഡിയായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ഞാൻ വേറെയും ഫ്ലവേഴ്സ് കുറച്ചുകൂടെ എൻ്റെ ഫ്ലവർ വേസിലത്തേക്ക് വെക്കാനായിട്ട് കുറേ ഫ്ലവേഴ്സ് കളറിലുള്ള ഫ്ലവേഴ്സ് ഞാൻ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം, വോയിസ് ഓവറും പെർഫെക്റ്റ് അല്ല. സോ കുറച്ചുകൂടെ നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് എന്തായാലും ചെയ്യാം. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് വരാം. ബൈ ബൈ.